ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന് പൗലോസ്ലീഹ പറഞ്ഞു. അങ്ങനെയെങ്കിൽ സുവിശേഷം പ്രസംഗിച്ചാലോ? നന്മയുണ്ടാകും, ഉയർച്ചയുണ്ടാകും, ജീവിതം അനുഗ്രഹിക്കപ്പെടും. മകൻ്റെ രോഗാവസ്ഥയിൽ സൗഖ്യം ലഭിക്കണമെന്നുള്ള ആഗ്രഹവും ഒപ്പം കർത്താവിൻ്റെ സ്വരം കേൾക്കണമെന്നുള്ള ആ വലിയ വാഞ്ഛയുമായി ധ്യാനം കൂടാനായിട്ട് പോയി. കർത്താവിൻ്റെ സ്വരം കേട്ടു എന്ന് മാത്രമല്ല, അനേകായിരങ്ങളെ കർത്താവിൻ്റെ സ്വരം കേൾപ്പിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത തീ പിടിച്ച ഒരു ശുശ്രൂഷകൻ. തീ പിടിച്ചവരുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഔദച്ചൻ ബ്രദറെ, ഷെക്കേന ടെലിവിഷൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഔദച്ചൻ ബ്രദറെ, ഈ കേരള സഭയിൽ നവീകരണ ശുശ്രൂഷ രംഗത്ത് പരിശുദ്ധാത്മാ അഭിഷേക ധ്യാനം എന്ന പേരിൽ ധ്യാനങ്ങൾ തുടങ്ങുവാനായിട്ട് ആ തുടങ്ങിയവരുടെ ഒരു മുൻപന്തിയിൽ ബ്രദർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ധ്യാനാനുഭവത്തിലേക്കും തുടർന്ന് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ജീവിതം മുഴുവൻ വിട്ടുകൊടുത്തതുമൊക്കെ അതിനുള്ള പ്രേരക ശക്തിയായി തീർന്നത് എന്തായിരുന്നു? അതെ, ഞാൻ ഈ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വിശാഖപട്ടണത്തായിരുന്നു ജോലി കിട്ടിയത്. അങ്ങനെ ജോലിയിലിരിക്കുമ്പോഴാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മോനുണ്ടായി. അപ്പം അവന് 9 മാസം പ്രായമായ അവസരത്തിൽ ഈ കരയുമ്പോൾ ഇങ്ങോട്ട് ശ്വാസം അങ്ങ് പിടിച്ച് പൊടിച്ചങ്ങ് നിൽക്കും. അപ്പോൾ മുഖമൊക്കെ നീലിക്കും, ശരീരമൊക്കെ നീലിക്കും, കണ്ണ് മറിയും, ദേഹം ഒരുമാതിരി വടി പോലാവും. അപ്പോൾ ആദ്യം ഞുള്ളുകയും തല്ലുകയും കുടയുകയും എറിയുകയൊക്കെ ചെയ്ത് ശ്വാസം പിടിപ്പിച്ചു. പിന്നെ കരയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. ഞങ്ങളാകെ വിഷമിക്കുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ചികിത്സയില്ല. ഏതൊക്കെ ആശുപത്രികളിൽ പോയി? ഞാൻ വിശാഖപട്ടണത്തുള്ള ഡോക്ടേഴ്സിനെ കണ്ടു. അവിടെ. അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞ് കരയാതെ നോക്കുക. കരയുകയാണെങ്കിൽ തണുത്ത വെള്ളം, ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് മുഖത്ത് കളിക്കുക. ഇനി അതിന് പറ്റാത്ത സ്ഥലമാണെങ്കിൽ തണുത്ത തറയിൽ നേരെ കിടത്തുക. അത് പ്രായോഗികമല്ല, കാരണം ഇവനന്നേരം ചുരുട്ട് കൂടിപ്പോയില്ലേ, പിന്നെ ഇങ്ങനെ നേരെ കിടത്തുന്നത്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് മുഖത്ത് കളിക്കുക. അത് ഇവൻ എപ്പോഴും വീടും ഫ്രിഡ്ജും ഒക്കെ ഉള്ള സാഹചര്യത്തിലായിരിക്കണം എന്നില്ല ഇവൻ കരയുന്നത്. അപ്പോൾ ആകെ വിഷമിക്കുക. അതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തുള്ള പ്രഗത്ഭരാണെന്ന് അറിയപ്പെടുന്ന ഡോക്ടർമാരെയൊക്കെ മാറി മാറി കണ്ടു. അവർ പറഞ്ഞു ഈ കരച്ചിൽ ഒഴിവാക്കാനായിട്ടുള്ള ചികിത്സകളൊന്നുമില്ല. പിന്നെ കരഞ്ഞ് കഴിയുമ്പോഴത്തെ ആഘാതത്തിനുള്ള ചെറിയ മരുന്നുകളൊക്കെ തരുന്നു. കരച്ചിലിന് തണുത്ത വെള്ളം തളിക്കുക, അല്ലെ തറ കടത്തുക. അങ്ങനെ വിഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം എപ്പോഴും കയ്യിൽ കരുതിക്കൊണ്ട് വേണം പോകാൻ. അത് സാധാരണ നോർമൽ പോരാ, കുറച്ച് തണുപ്പുള്ളത് വേണം. അത് തളിച്ച് കഴിയുമ്പോഴത്തേക്കും ശ്വാസം വിടും. അങ്ങനെ വിഷമിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മൂത്ത പെങ്ങൾ കന്യാസ്ത്രീയാണ്, സിസ്റ്റർ മാഗി. അപ്പം എന്നോട് പറഞ്ഞു, വൈദ്യശാസ്ത്രത്തിന് ഉത്തരവില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉത്തരവുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കേ. അപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ ചോദിക്കേണ്ടത്. അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് പറഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവെ എൻ്റെ കരച്ചിൽ ഒഴിവാക്കിയിട്ട് എന്നാ ചെയ്യണ്ടേ. അപ്പോൾ അതിന് സൗകര്യത്ത് വന്ന് ധ്യാനത്തിന് പോവുകയാണ്. അപ്പോൾ ഞാൻ വിശാഖപട്ടണത്ത് വന്നിട്ടാണ് ധ്യാനത്തിലേക്ക് പോകുന്നത്. ധ്യാനത്തിൽ പോകുമ്പോൾ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു വിട്ടു, പരിശുദ്ധാത്മാവാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്നറിയാനും പരിശുദ്ധാത്മാവോട് ഉത്തരം കിട്ടാനുമാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച അച്ഛൻ പറഞ്ഞു, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലേ ദൈവസ്നേഹം അനുഭവപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. പാപത്തെക്കുറിച്ച് പറഞ്ഞ അച്ഛൻ പറഞ്ഞു, ഞാൻ എന്നാ പറഞ്ഞാലും ബൈബിളിലെ മുഴുവൻ പാപം കാണിച്ചു തന്നാലും നിങ്ങൾക്ക് പാപബോധം ഉണ്ടാകുകയില്ല, അതുണ്ടാകണേ പരിശുദ്ധാത്മാവെന്നാണെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവാണ്. ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ എനിക്ക് ചെറിയ വെറുപ്പും ഒക്കെ ഉള്ള, അപ്പോൾ ക്ഷമിക്കണമെങ്കിൽ അതിനും പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെങ്ങൾ പറഞ്ഞത് ഈ ധ്യാനഗുരുക്കന്മാർ പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങളുടെ പോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ താല്പര്യത്തോടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രധാന ചോദ്യം കൊച്ചിൻ്റെ കരച്ചിൽ ഒഴിവാക്കണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു സ്വരം കിട്ടി. ചെവി കേട്ടതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, കേട്ട പോലെ എനിക്ക് തോന്നുന്നത് അതിതാണ്, നീ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിൻ്റെ ഭാര്യ ധ്യാനിക്കുക, അവളും ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുവരെ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. ഇല്ല, എനിക്ക് ആന്തരിക സൗഖ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്തും അറിയത്തില്ല. ആദ്യമായിട്ട് കേൾക്കുക. വീണ്ടും ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവേ ഇനി ഞാൻ എന്നാ ചെയ്യണ്ടേ?
അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയതിൻ്റെ സാക്ഷ്യം സ്റ്റേജിൽ പറയാം. അപ്പോൾ അവിടെ 127 സങ്കീർത്തനത്തിൻ്റെ 3-ാം തിരുവചനം, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം എന്ന് അവിടെ ആ വ്യക്തി പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വാക്കോടെ കൂടുതൽ കിട്ടുകയാണ്, ഒരു വാചകം കൂടെ കിട്ടുകയാണ്, നിനക്കിനിയും കുഞ്ഞുങ്ങളുണ്ടാവണം. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം, നിങ്ങൾക്കിനിയും കുഞ്ഞുങ്ങളുണ്ടാവണം. അപ്പോൾ അത് ഞാൻ സ്വീകരിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോഴേ തീരുമാനിച്ചത് ഒരു കൊച്ചു മതിയെന്ന്. ആൺകൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറപ്പാക്കി ഇവ മാത്രം മതിയെന്ന്. അപ്പോൾ അവിടെ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ സ്വീകരിച്ചില്ല. അത് നമുക്കുള്ളതല്ലെന്ന് കരുതി. നമുക്ക് അല്ല, അത് മനസ്സിലായി, എനിക്കുള്ളതാണെന്ന് മനസ്സിലായി. പക്ഷെ നമ്മളത് പക്ഷേ ഇല്ല, മൈൻഡ് ചെയ്തില്ല. ബാക്കി ധ്യാനത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്, ദശാംശം കൊടുക്കണം എന്ന് പറഞ്ഞത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞത്, സാരിച്ച് പാപം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ സ്വീകരിച്ചു. ഈ ഒരു കാര്യം ഒഴികെ ബാക്കി അവിടെ പ്രസംഗത്തിൽ കേട്ട എനിക്ക് മനസ്സിലായത് മുഴുവൻ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്. പക്ഷേ ഇത് മാത്രം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ വന്നു. അവൾ ധ്യാനിക്കേണ്ട മാന്ത്രികശക്തി കിട്ടണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നൊരു കാര്യം. അപ്പോൾ അതനുസരിച്ച് അവളെ ധ്യാനത്തിന് വിട്ടു. അവൾ ധ്യാനത്തിന് പോകുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വിട്ടു, എന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്വരം കേൾക്കാനായിട്ട് നീയും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയി. അവളും ഇത് തന്നെ, കർത്താവ് ഈ കൊച്ചിൻ്റെ രോഗം മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവളും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആന്തരികശക്തിൻ്റെ ഞാൻ പറഞ്ഞ അനുഭവം അവൾക്ക് ഓർമ്മ വന്നു. അത് പ്രത്യേകമായിട്ടും ദൈവം ഉറപ്പിച്ച പോലെ ഒരു അനുഭവം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ വചനം കേട്ടിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം തന്നെ അറിയുമായിരിക്കുമല്ലോ, നിങ്ങൾ സന്താനവശിയുള്ളവരായി പെരുവിൻ, ഭൂമിയിൽ നിറഞ്ഞ അതിനെ കീഴടക്കുവിൻ. അവളോടും പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവണം. അവൾ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഒരെണ്ണത്തിനെ കിട്ടി നീ പരുക, ഇതിനൊന്ന് ശ്വാസം വിടുവിക്കാനായിട്ട് ബാക്കിയുള്ള കഷ്ടപ്പെടുന്നു നീ കാണുന്നില്ല. ഈ തണുത്ത വെള്ളം ചോന്നുണ്ടാക്കുന്നു, ഒഴിച്ചാലോട്ട് പോകും, ശ്വാസം വിടുവോ ഇല്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഇനി ഒരു കൊച്ചിനെ കൂടെ തന്ന് അതും ഈ കരച്ചിലാണത്തെ സ്ഥിതി എന്തായിരിക്കും? എൻ്റെ കർത്താവ് നടക്കിയാലെന്ന് പറഞ്ഞാണ് അവളും വരുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാ, രണ്ടാമതൊരു കൊച്ചിന് ജന്മം കൊടുത്താൽ ആദ്യ കൊച്ചങ്ങനെ സൗഖ്യം പ്രാപിക്കും? ഇതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ബുദ്ധിയിൽ ഒരിക്കലും നമുക്കത് പിടികിട്ടുന്നില്ല. അവളാണെങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതുപോലത്തെ കരച്ചിലാണ് അടുത്ത കൊച്ചിനത്തെ സ്ഥിതി എന്തായിരിക്കുന്നത്. അപ്പം അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കണം എന്നൊരു പ്രേരണ ധ്യാനത്തിൽ കിട്ടി, അവൾക്കും കിട്ടി, ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഈ സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിലെ ആഗ്നേയസർപ്പങ്ങളുടെ കടിയേറ്റ് ആളുകൾ മരിക്കുമ്പോൾ മോശ ചോദിക്കുന്നുള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ദൈവം പറഞ്ഞല്ലോ, പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കുക, വടിയിൽ ഉയർത്തി നിർത്ത്, ദംശനമേക്കുന്നവർ അതിനെ നോക്കുക, ജീവൻ പ്രാപിക്കും. ഈ ഭാഗം ഞാൻ വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന പിത്തള സർപ്പത്തിന് രക്തത്തിൽ കലർന്ന് പാമ്പിൻ്റെ വിഷാംശം നീക്കാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന പിത്തള സർപ്പം എൻ്റെ രക്തത്തിൽ കലർന്ന് പാമ്പിൻ്റെ വിഷാംശം എങ്ങനെ നീക്കും? ഞാൻ പറഞ്ഞു, നീക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്നാ? ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ അരുളപ്പാട്. അപ്പോൾ എനിക്ക് ക്ലിക്കായി. അരുളപ്പാട് ആ പോയിന്റ് പരസ്പരം ലിങ്കായി. പക്ഷേ ഇത് ഞാൻ പതുക്കെ ഒതുങ്ങിയെങ്കിലും 100% കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള മനസ്സായിട്ടില്ല. അവളോട് പറഞ്ഞെങ്കിൽ അവളും ആയിട്ടില്ല. അങ്ങനെ പിന്നെയും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നാമാൻ്റെ കുഷ്ഠരോഗം മാറുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പം നാമാനോട് പ്രവാചകൻ പറയുന്നത്, നീ ജോർദാൻ നദിയിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. അദ്ദേഹം അത് അനുസരിച്ച് കഴിയുമ്പോൾ രോഗശാന്തി കിട്ടുന്നുണ്ടല്ലോ. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചോദിച്ചു, ജോർദാനിലെ വെള്ളത്തിന് കുഷ്ഠരോഗം നീക്കം ചെയ്യാനുള്ള കഴിവുണ്ടോ? ആ രോഗാണുവിനെ നിർവീര്യമാക്കാൻ അറ്റുപോയ വിരലുകളെയും അംശങ്ങളെയും ചേർക്കാനായിട്ടുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ അരുളപ്പാട്. ആ അരുളപ്പാടാണ് നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തന്നെന്ന് പറഞ്ഞു. അന്ന് അത് അനുസരിക്കാനായിട്ട് വേറെ കാര്യം കൂടി ഉണ്ടായി. അന്ന് കൊച്ചു കരഞ്ഞിട്ട് വെള്ളവും തളിച്ചിട്ട് എന്നാ കഴിച്ചിട്ട് ശ്വാസം വിടുന്നില്ല. അപ്പോൾ ഇവൻ്റെ സ്ഥിതി ഏതാണ്ട് അങ്ങ് പോയി എന്ന് എനിക്ക് തോന്നുക. അപ്പോൾ മരണമൊക്കെ സ്ഥിരീകരിക്കാൻ കഴിവുള്ള ഒരാൾ അടുത്ത് പോകേണ്ട അയാൾ പറഞ്ഞു, ഇവൻ പോയി എന്ന് പറഞ്ഞു. കേട്ടതേ ഞാൻ ആ വെപ്രാളത്തിൽ പറഞ്ഞു, കർത്താവ് മക്കൾ എത്ര വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവനെ ഒന്ന് ശ്വാസം പിടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് ഗ്രേസി എന്നാണ്. അവൾ ഉറക്കെ പറഞ്ഞു, കർത്താവേ മക്കൾ എത്ര വേണമെങ്കിലും തന്നേരെ, ഞങ്ങൾ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞു. കൊച്ചു ശ്വാസം വിട്ടു. ശരിക്കും അവൻ പോയതാണ്, തിരിച്ച് ജീവൻ തന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അന്ന് ഞങ്ങൾ രാത്രി ഞങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥന പറഞ്ഞ്, കർത്താവേ ആ പ്രതിസന്ധി പറഞ്ഞ് അങ്ങ് ഇടപെട്ടു, കൊച്ചിൻ്റെ ശ്വാസം വീട്ടിൽ ജീവൻ തന്നല്ലോ, ഇതാ ഞങ്ങൾ അങ്ങേക്ക് സമ്പൂർണ്ണമായും കീഴടങ്ങുന്നു, അങ്ങയുടെ ഹിതത്തിന് പൂർണ്ണമായി ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരിക്കൽ പോലും അവൻ ശ്വാസം പിടിച്ച് കരഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു അരുളപ്പാടാണ് വാസ്തവത്തിൽ ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയത്. അതെ അതെ അതെ.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർച്ചൻ ബ്രദറിന് തോന്നിയോ അങ്ങനെയെങ്കിൽ എനിക്കെന്തുകൊണ്ട് കർത്താവിൻ്റെ ഈ അരുളപ്പാട് കൊടുക്കുന്നവനായി മാറിക്കൂടാ, ആ വചനം പറയുന്നവനായി മാറിക്കൂടാ എന്നാണോ, അപ്പോഴാണോ ഈ സുവിശേഷ വേലയ്ക്കായിട്ട് ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചത്? അപ്പോൾ ഇവനിങ്ങനെ കരച്ചിൽ മാറി പിന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കാനാണല്ലോ. അപ്പം രണ്ടാമത്തെ കൊച്ചിങ്ങനെ വളരുകയാണ്, അപ്പം ഉദരത്തിൽ വളരുക. അപ്പം വളർന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ബോധ്യം കിട്ടുകയാണ്, ഈ മനുഷ്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇതുപോലൊരു ഉത്തരവുണ്ട്. അത് മനുഷ്യബുദ്ധിക്ക് കണ്ടെത്താൻ പറ്റിയല്ല, അത് ആളുകളുടെ അടുത്ത് ആലോചന ചോദിച്ച് നടന്നാലും കിട്ടിയല്ല, അത് ദൈവത്തിൽ നിന്ന് കിട്ടണം. അപ്പം എനിക്കങ്ങനെ കിട്ടിയതല്ല എനിക്ക് വിമോചനമായത്. അങ്ങനെയാണെങ്കിൽ ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊരു താല്പര്യം എൻ്റെ ഉള്ളിൽ വരിക. അപ്പോൾ ഞാനിങ്ങനെ ആളുകളെ കാണുമ്പോൾ ഓരോന്ന് പറയും, ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ നിൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് ഓരോരുത്തരുടെ കൂട്ടുകാരുടെയൊക്കെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. ആ പ്രശ്നത്തിന് പറയാം, നമ്മൾ കണ്ടെത്താത്ത ഒരു ഉത്തരം ദൈവത്തിന് തരാനുണ്ട്. അത് വേറെ ആരും ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞു തരുന്നതല്ല. ആ അരുളപ്പാട് കിട്ടണമെന്ന് ഞാനിങ്ങനെ ആളുകളോട് പറയാനൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേർക്ക് അത് ഗുണം ചെയ്യുന്നതായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ തന്നെ പിന്നെ സാക്ഷ്യപ്പെടുത്തുന്നൊക്കെ എന്നോട് പറയാനൊക്കെ ഇടയായപ്പം അങ്ങനെയാണ് എനിക്ക് ഇതൊരു എൻ്റെ ഒരു ശുശ്രൂഷയായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പതുക്കെ ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് തടസ്സങ്ങൾ ഒത്തിരി വരാൻ തുടങ്ങി. ഏത് വിധത്തിലുള്ള തടസ്സങ്ങളായിരുന്നു? കുടുംബത്തിൽ നിന്നാണോ അതോ സമൂഹത്തിൽ നിന്നാണോ? എല്ലായിടത്തു നിന്നും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം പ്രധാനമായിട്ടും ധ്യാനം കൂടുന്നു, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി ഷെയർ ചെയ്യുന്നു, ഇതാണിപ്പോൾ എൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും അന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ മെനക്കെട്ട് നടക്കുകയാണ്, പണി ചെയ്യാൻ മടിയായി. അവൻ ചുമ്മാ ഒരുമാതിരി അപ്പോൾ അന്ന് സഞ്ചിയൊക്കെ ഞാനിട്ട് ബൈബിൾ കൊണ്ടു നടക്കും, അതിനെ എളുപ്പത്തിന് വേണ്ടി ഉപദേശിയായിട്ട് നടക്കുകയാണ്. ഉത്തരവാദിത്തരഹിതമായ ജീവിതമാണ് എന്നാണ് വീട്ടുകാരും അതെ, നാട്ടുകാരും അതെ, സുഹൃത്തുക്കളും അതെ, പണിയില്ലാത്ത പ്രാർത്ഥനക്കാരനായി അങ്ങനെയാണ് എന്നെ അവതരിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇത് പറയാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഓരോരുത്തരുടെയും പ്രശ്നം കാണുമ്പോൾ എനിക്ക് തോന്നും ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ ഇവനൊരു ഉത്തരം കിട്ടുമല്ലോ. അപ്പോൾ എനിക്കിത് പറയണമെന്നുള്ള താല്പര്യമുണ്ട്. പക്ഷേ ആളുകളെല്ലാം ഇങ്ങനെ വരുന്നു. അപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞേ, അത് ഞാൻ കല്യാണം കഴിച്ചത് ജോലിയൊക്കെ ചെയ്ത് ഉപജീവനമൊക്കെ ശരിയാക്കുന്ന ഒരു ഭർത്താവിനെയാണ്, അല്ലാതെ ഉപദേശം അല്ല, ഒരച്ഛനെയൊന്നും അല്ല. കാരണം യാക്കോബായിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളിനെ അല്ല ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണി ഇനി വേണ്ട, നമുക്ക് പഴയ പോലെയുള്ള ജോലിയൊക്കെ ചെയ്ത് കാര്യം കുഞ്ഞ് സൗഖ്യപ്പെട്ടെന്നുള്ളതൊക്കെ ശരി, അതൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ വന്ന്, പക്ഷേ എനിക്ക് ആ പറയുന്നതിനോട് എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ എനിക്കറിയാവുന്ന പണി അനുസരിച്ച് പോകുമ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, അവിടെ പള്ളിയും അങ്ങനത്തെ സാഹചര്യങ്ങൾ ചിലപ്പം ഉണ്ടാവണമെന്നില്ല, ശുശ്രൂഷ എനിക്ക് പറ്റിയ സാഹചര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ, പക്ഷേ അതേ സമയം ഇതിനകത്ത് ദൈവാനുഭവം ഉണ്ട്, ഇതിന് പുതിയ പുതിയ വചനങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ ആളുകളോട് പറയുന്നുണ്ട്, അവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ വലിയ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. സംതൃപ്തമാണ് എൻ്റെ ജീവിതം ആ സമയത്ത്, നല്ല തൃപ്തി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കളയാൻ ഈ ദൈവിക ശുശ്രൂഷ രണ്ടിൻ്റെ ഇടയിൽ പെട്ട് ഞെരുങ്ങുക. ഞാൻ വീട്ടിൽ പറയുന്ന ന്യായമുണ്ടല്ലോ, അടിസ്ഥാനമുള്ള കാര്യമാണല്ലോ അവരും പറയുന്നത്, ആ ഉത്തരവാദിത്തമുണ്ട്. ഇതിട്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ രണ്ടിൻ്റെ ഇടയിൽ അവസാനം എന്ത് തീരുമാനിച്ചു? അപ്പം ഞാൻ പിന്നെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ധ്യാനത്തിന് പോവാം. അപ്പം ഞാൻ എൻ്റെ വൈഫ് ഗ്രേസിയോട് പറഞ്ഞു, ഞാൻ പോയൊരു ധ്യാനം കൂടട്ടെ, ഈ ധ്യാനത്തിൽ ഞാൻ കർത്താവിന് ചോദിക്കാം, കർത്താവെ ഞാനിനി ഈ പണി ചെയ്തുകൊണ്ട് നടക്കണോ, സുവിശേഷ വേല ചെയ്യണോ, അതോ പഴയ പോലെ പണ്ടത്തെ സ്ട്രക്ചർ ഫാബ്രിക്കേഷൻ ആൻഡ് ഡയറക്ഷൻ എൻ്റെ കോൺട്രാക്ടറാണ്, ആ പണിക്ക് പോകണോ, എന്താ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് അതിനും കിട്ടുമല്ലോ, അതനുസരിച്ച് പോകാം എന്ന് പറഞ്ഞ് ഞാനൊരു ധ്യാനത്തിന് പോകാം, അതിനൊരു ആലോചന കിട്ടാൻ വേണ്ടി. അങ്ങനെ ധ്യാനത്തിന് പോയിട്ട് ഞായറാഴ്ച ദൈവമൊന്നും മിണ്ടുന്നില്ല, തിങ്കളാഴ്ച മിണ്ടുന്നില്ല, ചൊവ്വാഴ്ച മിണ്ടുന്നില്ല, ബുധനാഴ്ച മിണ്ടുന്നില്ല, വെള്ളിയാഴ്ചയാണ് ധ്യാനം തീരുന്നത്, വ്യാഴാഴ്ച മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച ഉച്ചവരായിട്ടൊന്നും കിട്ടാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പലരും കണ്ട് സംസാരിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇനി ക്ലാസ്സിന് പോകുന്നില്ല, വചനശുശ്രൂഷയ്ക്ക് പോകുന്നില്ല, ചാപ്പലിലിരുന്ന് കർത്താവിൻ്റെ ഒരു ഉത്തരം കിട്ടിയിട്ടേ പോകുള്ളൂ. അവിടെ കുർബാന എഴുന്നള്ളിച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞ് പാർച്ചുകൊണ്ടിരിക്കുക, എനിക്കൊരു അരുളപ്പാട് തരണം, എനിക്ക് അരുളപ്പാട് കിട്ടി പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഒരെണ്ണം കൂടെ വേണം. കാരണം ഞാൻ ഇനി ഇവിടെ ഈ ശുശ്രൂഷയെ തുടരണമോ അതോ എൻ്റെ നാട്ടുകാരൊക്കെ പറയുന്നതനുസരിച്ച് പഴയ ജോലിയിലേക്ക് പോകണോ, എനിക്കൊരു വ്യക്തത തരണം. അങ്ങനെ കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത്രയും നാൾ കൊണ്ട് നീ എന്ത് നേടി എന്നിട്ട് ചോദ്യം ചോദിച്ചു. അപ്പോൾ കടബാധ്യത ഉണ്ടേ, അതിൻ്റെ ഭയങ്കര പിരിമുറുക്കകത്തുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ലക്ഷം കടം എനിക്കുണ്ടെന്ന് പറഞ്ഞു. നീ ഉപേക്ഷിച്ച് പോയാൽ നിൻ്റെ ഭാര്യയും കുഞ്ഞിനെ ആര് നോക്കുന്നു? അപ്പോൾ ഞാൻ അവളുടെ വീട്ടുകാരെക്കുറിച്ച് ആലോചിച്ചു, എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ആലോചിച്ചു, ആരും നോക്കിയില്ല. അവസാനം ഞാൻ മനസ്സിലാക്കി, നീ നോക്കും, വേറെ ആരും നോക്കാനാ. അത് കഴിഞ്ഞേച്ച് ഞാൻ ശവപ്പെട്ട് കിടക്കുന്ന രംഗം എനിക്ക് കാണിച്ചു തരിക. നീ മരിച്ചു പോയാൽ അവരെ ആരും നോക്കും. അപ്പം നിന്നെ ഞാനിങ്ങനെ വിളിച്ചാൽ, മരിച്ചു പോകാനുള്ള വാക്കല്ല എന്നോട് പറയുന്നത്, നിന്നെ ഞാനിങ്ങനെ വിളിച്ചാൽ
അവരാരും നോക്കും. മറ്റൊരു കൂടെ ആലോചിച്ചാൽ ഉത്തരം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, വേറെ ആരും നോക്കാൻ അങ്ങ് നോക്കുമെന്ന് പറഞ്ഞു. ഡയറി എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ജീസസ് നാദി ഇടാൻ പറഞ്ഞു. തൊട്ട് താഴെ ഔതച്ചൻ എഴുതാൻ പറഞ്ഞു. കുടുംബജീവിതം എന്ന് പറഞ്ഞു ഇങ്ങോട്ടൊരു കോളം വരച്ചോളാൻ പറഞ്ഞു. അങ്ങോട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞൊരു കോളം വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇത് ഓരോ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞ് സെൻട്രൽ കുറേ പോയിന്റുകൾ ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് ഉള്ളിൽ നിന്നൊരു ബോധ്യമായിട്ടാണോ അതോ വ്യക്തമായ ശബ്ദം തന്നെ കേൾക്കുന്നുണ്ടോ? അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ശബ്ദമുണ്ട്, ബോധ്യമുണ്ട്, കാഴ്ചയുണ്ട്, എല്ലാം കൂടെ കൂടിയാണ്. സ്കൂളിൽ കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകർ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് അവസാനം സെൻട്രലിൽ നിർത്താൻ പറഞ്ഞു. അവിടെ നിർത്തിയാൽ ഇനി ആ പരിപാടി ഇങ്ങനെ വേണ്ട, കോളം വരയ്ക്കണ്ട, നിർത്തിയേക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിനക്ക് ഞാൻ രണ്ടിനുള്ള കഴിവ് നൽകുന്നു. നീ കുടുംബവും പോറ്റും, എൻ്റെ ശുശ്രൂഷയും ചെയ്യും. അപ്പോൾ എനിക്ക് നല്ല സമാധാനമായി. ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. നമ്മുടെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം സഫലമായല്ലോ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഇങ്ങനെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് അംഗീകരിക്കില്ല. അപ്പം എൻ്റെ ദൈവമേ, അത് എനിക്ക് വെറും തോന്നലല്ല. പിന്നെ ഒടുവിൽ എങ്ങനെയാണ് ഭാര്യയൊക്കെ? അതിന് ഞാൻ പറയാം, അങ്ങനെ വെറും തോന്നലില്ല, ഇത് എങ്ങനെ? അപ്പോൾ അന്നൊരു ഞങ്ങളുടെ ഒരു ശീലം എന്ന് വെച്ചാൽ, ഒരു ദിവസം അവൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ ഞാൻ കേൾക്കും. കൊച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊച്ചും കേൾക്കും, ഉത്തരത്തിലെ കുഞ്ഞും കേൾക്കുന്നു. അടുത്ത ദിവസം ഞാൻ വായിക്കും, അവൾ കേൾക്കും, അവൾ വായിക്കും, ഞാൻ കേൾക്കും. അങ്ങനെ ഞങ്ങൾ മാറിയാണ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് അവളുടെ ഊഴ. അപ്പം 37-ാം സങ്കീർത്തനാണ് വായനയിൽ വരുന്നത്. അപ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് 4-ാം വാക്യം വരുമ്പം കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. 37:5 നിൻ്റെ ജീവിതം കർത്താവിനെ ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നോക്കിക്കൊള്ളും. ഈ വചനം അവളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ വചനത്തിലൂടെ കർത്താവ് അവളോട് സംസാരിക്കുന്നെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നീ താഴോട്ട് വായിക്കേണ്ടി, ഇത് ധ്യാനിച്ചോളാൻ പറഞ്ഞു. ഈ വചനം മനസ്സിൽ ധ്യാനിക്കാൻ പറഞ്ഞു. എന്നാൽ ധ്യാനിച്ചേക്കാന്ന് അവളും പറഞ്ഞിട്ട് ധ്യാനിക്കാൻ തുടങ്ങി. ഇതിൽ തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടെന്നൊക്കെ ചോദിച്ചൊക്കെ ഇരിക്കുകയാണ്. നിന്നെ അവൻ ഉപേക്ഷിച്ച് പോകാം. ഞാൻ കണ്ട ആ ദർശനം ഞാൻ അവളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാനിങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രംഗം അവൾ മനസ്സിൽ കാണുക. അപ്പം നിന്നെ ആര് നോക്കും? എന്നോട് ചോദിച്ച പോലെ തന്നെ അവളോട് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, കർത്താവേ, നീ മാത്രമേ എനിക്കുള്ളൂ. അവനെ ഞാനിങ്ങനെ വിളിച്ചാലോ? ഞാൻ ശവപ്പെട്ട് കിടക്കുന്ന അവൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവളോട് ചോദിച്ചു, പറഞ്ഞു, വിളിച്ചാലങ്ങ് പോരും. വിളിക്കല്ലേ, ഇപ്പം വേറൊരാളെങ്കിലും ഉണ്ടല്ലോ, വിളിച്ചു കഴിഞ്ഞാൽ പോയില്ലേ? നിൻ്റെ ജീവിതം അവൻ്റെ കയ്യിലാണ് നീ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അവൻ ഉപേക്ഷിച്ച് പോകാം, മരിച്ചു പോകാം. എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണോ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണോ നല്ലത്? അപ്പോൾ കർത്താവേ, നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവനെ എൻ്റെ വേലയ്ക്ക് വിട്ടുതരാൻ പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, മുട്ടുമൻ നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഗ്രേസി എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ സുവിശേഷ വേലയ്ക്കായിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിനെ ചുരുക്കി പറഞ്ഞ കർത്താവ് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. കർത്താവ് കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവളുടെ ഭാഗത്തുനിന്ന് സുവിശേഷ വേലയുമായിട്ട് ഒരു തടസ്സമില്ലെന്ന് തന്നെയല്ല, എപ്പോഴും പ്രോത്സാഹനമാണ്. ഓരോ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും കൈവച്ച് അനുഗ്രഹിച്ച് വിടുന്നു, കൂടാതെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. മക്കൾ എത്ര പേരുണ്ട്? മക്കളിപ്പോൾ 4 പേരാണ്. ഒരാൾ വൈദ്യനായിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ മൂത്തവൻ അവൻ കല്യാണം കഴിച്ചു, കുഞ്ഞായി, അവർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ആളാണ് അച്ഛനായത്. കർത്താവ് പ്രത്യേകം പറഞ്ഞിട്ട് ജന്മം കൊടുത്തത് പാലാരിപതിക്ക് വേണ്ടിയിട്ട് മാൻമട്ടം ഇടവകയിൽ കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ശരി, ഓക്കെ. പിന്നെ 3-ാമതും 4-ാമത്തും പെൺകുട്ടികളാണ് പഠിക്കുന്നു. 3-ാമത്തോള് പഠിത്തം കഴിഞ്ഞിട്ട് സ്വീഡനിൽ ഭാഷ പഠിക്കുക, അവിടെ ജോലി കിട്ടാനുള്ള പരിശ്രമത്തിലാണ്. ചെറിയ പാർട്ട് വർക്ക് ടൈം വർക്കൊക്കെ ഉണ്ട്, സ്ഥിരമായിട്ട് ജോലി ആയിട്ടില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് എങ്ങനെ ബ്രദർ ഈ ധ്യാന ശുശ്രൂഷകളിലേക്കൊക്കെ, പ്രത്യേകിച്ച് ഞാൻ ആദ്യം കാണുന്നത്, നമ്മൾ തമ്മിൽ കാണുന്നത് ഭരണങ്ങാൻ അസിസി ധ്യാന കേന്ദ്രത്തിൽ വെച്ചാൽ അതിൻ്റെ പ്രസംഗമൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാഭിഷേക ധ്യാനമായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ആ ധ്യാനമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ രൂപപ്പെടാനും ഒക്കെ കാരണമായി തീർന്നത് അങ്ങനെ. ഞാൻ ആദ്യം ഇങ്ങനെ ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഇടവക ശുശ്രൂഷ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞ് ചെറിയ ചെറിയ ഗ്രൂപ്പിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഞാൻ വൈപ്പിൻ സഭാഷിൻ്റെ ടീമിൽ ശുശ്രൂഷകനായി. അപ്പോൾ അത് സുവാർത്ത ടീം, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് എനിക്ക് മുമ്പിൽ ഒരു പ്രചോദനമായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവാത്ഭുതകരമായി ഇടപെടുന്നതും മകളുടെ കല്യാണം ദൈവാത്ഭുതകരമായി നടത്തുന്നതൊക്കെ ഞാൻ കാണാനിടയായിട്ടുണ്ട് ശുശ്രൂഷയ്ക്ക് ഒന്നിച്ചടക്കുമ്പോൾ. അപ്പോൾ ദൈവം അദ്ദേഹത്തെ പോറ്റുന്ന പോലെ എന്നെയും പോറ്റുമെന്നൊരു ഉറപ്പ് എനിക്ക് ഉള്ളിൽ ഇതായി കിട്ടി. സാക്ഷിയായി ഇവിടെ പോറ്റുമെന്ന് കർത്താവ് പറഞ്ഞത് ഇദ്ദേഹത്തെ ഒരു മാതൃക പോലെ എനിക്ക് തോന്നി. ഇദ്ദേഹത്തെ പോറ്റുന്നുണ്ടല്ലോ, അങ്ങനെ എന്നെയും പോറ്റുമെന്ന് എനിക്കൊരു നല്ല ധൈര്യം വന്നു. അപ്പോൾ കുറ്റിക്കലച്ചൻ്റെ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോഴേ ഒത്തിരി ധ്യാനഗുരുക്കന്മാരെല്ലാം വന്ന് ധ്യാനിക്കുന്നൊരു ധ്യാനമാണ്. അപ്പോഴത്തേക്ക് അച്ഛനിങ്ങനെ പറഞ്ഞിരുന്നു, ചില ആളുകൾ ഒരു
ദൈവവിളിയൊന്നും ഇല്ലാതെ ഇന്ന് ഒത്തിരി പേര് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടവരുടെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം വന്നിരുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാനിങ്ങനെ പ്രേക്ഷിത വേലയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ടീമിൽ അംഗമായിട്ട് ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛനാ പറഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാർ പറഞ്ഞ അതേ സ്വരത്തിൽ തന്നെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് എന്നെ ഒന്ന് ശരിക്കും എനിക്കൊരു വിളി ഉണ്ടോ എന്നുള്ളത്. കാരണം പല വീട്ടിലൊക്കെ അങ്ങേരൊക്കെ ആയെന്ന് പറഞ്ഞാലും പൊതുവെ അങ്ങനെ അല്ല. അതുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് ഉറപ്പാക്കി തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ പോയി കർത്താവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, വിളിക്കുന്നത് ഞാനല്ലല്ലോ, അതുകൊണ്ട് കർത്താവിനോട് പോയി ചുറ്റോളം പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ഈ അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടാകെ തകർന്നിരിക്കുന്ന അവസരത്തിലാണ് ഇത് പോയി ചോദിക്കുന്നത്. അപ്പോൾ വർത്തമാനം പറഞ്ഞ എൻ്റെ ഒരു വഴക്കമുണ്ട്. അതോടെ കഴിഞ്ഞ് വെച്ചാൽ ഞാൻ ഈ പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞ പോലെ പോയി ചാപ്പലിൽ പോയി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആരും കാണണമെന്ന് പറഞ്ഞാൽ കമന്ന് കിടന്നാണ് കരയുന്നത്. കണ്ണീർ ഒത്തിരി അങ്ങ് ഒഴുകി. കാരണം എനിക്കൊരു എന്തൊക്കെയോ സംശയങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചാൽ ഞാനിങ്ങനെ അവസാനം കർത്താവിനോട് പറയാം, എനിക്ക് വിളിയുണ്ടെങ്കിൽ ഈ അച്ഛനെ കൊണ്ട് തന്നെ എന്നെ വിളിപ്പിക്കണം, അതല്ലാതെ ഞാൻ ഇനി ശുശ്രൂഷയ്ക്കില്ല, എനിക്കൊരു ഡൗട്ട് ഇപ്പം ഉണ്ട്, ക്ലിയർ ആക്കി തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റപ്പം ബൈബിൾ വായിക്കാനായിട്ട് എൻ്റെ ഉള്ളിലൊരു ശക്തമായ പ്രേരണ. അപ്പോൾ എൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥനാപൂർവ്വം തുറന്നപ്പോഴത്തേക്കും ഈ ജെറമ്യ 15:12 അപ്പോൾ 12 എന്നുള്ള ചിന്ത പെട്ടെന്ന് മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ നേരെ 12ലേക്ക് പോവാം. 12 വടക്കുന്നുള്ള ഇരുമ്പോ പിത്തലും ആർക്കെങ്കിലും ഓടിക്കാനാവുമോ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ ഭക്ഷിച്ച് എനിക്ക് ആനന്ദാമൃതമായ അനുഗ്രഹത്തിന് സന്തോഷവും ഞാനത് വരച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേക്കും വിലകെട്ടോ പറയാം, സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ പിന്നെ ഒരു ആത്മപരിശോധനയ്ക്ക് കാരണമായി. അപ്പോൾ എനിക്കൊരു അനുതാപ ഹൃദയം അവിടെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, നീ അവരെ തേടി പോകേണ്ടി വരികയില്ല, അവർ നിൻ്റെ അടുക്കലേക്ക് വരും. അപ്പോൾ ഞാൻ ഇതാ ഞാൻ പറഞ്ഞത്, കർത്താവേ ഇനി അച്ഛൻ എന്നെ വിളിച്ചാൽ, അച്ഛൻ എന്നെ ഒരു ശുശ്രൂഷ കേൾപ്പിച്ചാൽ ഞാൻ ദൈവിക ശുശ്രൂഷ ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഈ പരിപാടിയില്ല എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ധ്യാനത്തിൻ്റെ സമാപന ആരാധന അന്ന് വൈകിട്ട് നടത്തുകയാണ്. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് കൈ കഴിക്കൊണ്ട് പച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ ആരാധന നയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ നടത്തിയ ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധന ഞാൻ നടത്താനോ? എന്നെ കിട്ടുകാരെന്ന് പറഞ്ഞു ഞാൻ വിട്ടുപോയി. ഞാൻ പറയാൻ നിന്നില്ല. അത് കഴിഞ്ഞ് അച്ഛൻ ഈ കുർബാന എഴുന്നള്ളി ചോദിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കൂടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അവതച്ഛൻ ഈ ആരാധന നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് നീട്ടിപ്പിടിച്ചു. ഞാൻ എന്നെ ചെയ്യും, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നുള്ള മട്ടിൽ എനിക്ക് അരിശവും ദേഷ്യമൊക്കെ സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെ വികാരങ്ങൾ പറയാൻ പറ്റില്ല. അതുപോലെ ഏതായാലും ഞാൻ മൈക്ക് മേടിച്ചിട്ട് ഒക്കെ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. ശരിക്കും പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷ ഏറ്റെടുത്തു. അത് മുഴുവൻ പരിശുദ്ധാത്മാവ് നയിച്ചു. ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയത് ആളുകളെല്ലാം വന്ന്, അച്ഛന്മാരും ഒത്തിരി ധ്യാനഗുരുക്കന്മാരൊക്കെ ഉണ്ട്, എല്ലാം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത്രയും വലിയ ധ്യാനഗുരുവാണ് ഞങ്ങളോട് ധ്യാനിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ വെക്കുന്നു, ആശ്ലേഷിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അവനെ ഏൽപ്പിക്കുക, ആരാധന നയിക്കാൻ അവനെ ഏൽപ്പിക്കുക. അതുകൊണ്ട് പക്ഷേ ഇത്രയും നന്നായിട്ട് നയിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. നാളെ എന്നാ പരിപാടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാളെ പരിപാടിയൊന്നുമില്ല, വീട്ടിൽ എന്നൊരു കാര്യം ചെയ്യും, തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ പ്രസംഗിക്കാൻ വരാൻ പറഞ്ഞു. അതോടുകൂടി നമുക്ക് വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇനി ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ നിനക്ക് ഭരണങ്ങാനത്തേക്ക് നിയോഗമുണ്ട്, അച്ഛനാണ് എന്നെ ഭരണങ്ങാനത്തേക്ക് അയക്കുന്നത്. അങ്ങനെ ഞാൻ ഭരണങ്ങാനത്ത് വരുന്നു. അപ്പോൾ ആർമണ്ട് അച്ഛൻ അവിടെയുണ്ട്, വിൻസെൻ്റ് അച്ഛൻ അവിടെയുണ്ട്, ഗ്രേഷൻ അച്ഛൻ അവിടെയുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ആർമണ്ട് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ തുടങ്ങി. അപ്പം പിന്നെ ഗ്രേഷൻ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മ, ആദ്യം അവിടെ വരദാന വളർച്ച ധ്യാനം എന്നുള്ള പേരിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പരിശുദ്ധാത്മാഭിഷേക ധ്യാനമായിട്ട് മാറാനും, ആ ധ്യാനത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആദ്യം മുതൽ ഉണ്ടല്ലോ, അതിലൊരു ബന്ധം കിട്ടാനും, അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറെ ടോക്കുകൾ തുടക്കം മുതലേ പരിശുദ്ധാത്മാവുമായിട്ടൊരു വലിയ കണക്ഷനുണ്ട്. അങ്ങനെ അത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൂത്ത പെങ്ങൾ വഴിയാണ് എൻ്റെ തുടക്കം. പിന്നെ ഫോട്ടോയിലെ ധ്യാനവും എനിക്ക് നന്നായിട്ട് അതിന് ഉപകാരപ്പെട്ടു. ഇപ്പോൾ എത്ര വർഷമായി ഈ സുവിശേഷ വേലയ്ക്കായിട്ട് ജീവിതം സമർപ്പിച്ചിട്ട്? ശരിക്കും പറഞ്ഞാൽ 1990 സമ്പൂർണ്ണമായി സമർപ്പിച്ചു. പിന്നെ എനിക്ക് പിന്നെ ജോലി അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായി 30 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ തീ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അതെ. 10,000-ങ്ങളെ കർത്താവിൻ്റെ സ്വരം കേൾപ്പിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചു ഈ കാലയളവിൽ, അല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറയും, ഇനിയും നമുക്ക് ഒരുപാട് കാലം മുന്നേറാനുണ്ട്. അപ്പോൾ തന്നെ ഏതാണ്ട് ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്നത്തിലൊക്കെ നിന്ന് ഈ പ്രായത്തിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംതൃപ്തിയാണോ അതോ ഒരു നഷ്ടബോധമാണോ, എന്താ മനസ്സിൽ ശരിക്കും തോന്നുന്നത്? അതെ, ഈ ശരിക്കും എനിക്കും നാളുകൾ കൊണ്ട് മനസ്സിലായ കാര്യം, മനുഷ്യൻ്റെ യഥാർത്ഥ നഷ്ടം ദൈവത്തെ നഷ്ടപ്പെട്ടു എന്നുള്ള. അപ്പം ദൈവനഷ്ടമാണ് ഇന്ന് മനുഷ്യർ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നികത്താനായിട്ട്
പണത്തിൻ്റെ പുറകെയും ലഹരിയുടെ പുറകെയും ലൈംഗികതയുടെ പുറകെയും സ്ഥാനമാനങ്ങളുടെ പുറകെയും അങ്ങനെ ഓരോന്നിൻ്റെയും പുറകെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥ നഷ്ടം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ലോകത്തിലേക്കും വെച്ച ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തെ നഷ്ടപ്പെട്ടവരാണ് ആ വിടവ് നികത്താൻ വേണ്ടിയിട്ട് അവർ ഓരോരുത്തർ ഓരോ വഴി കണ്ടെത്തുന്നു. ചിലർ പറഞ്ഞ ലഹരിയായിരിക്കും, ചിലർക്ക് ലൈംഗികതയായിരിക്കും, ചിലർക്ക് ഇതുപോലെ സ്ഥാനമാനങ്ങളായിരിക്കും, ചിലർ പണമായിരിക്കും, ചിലർ അങ്ങനെ ഓരോ അതും മനുഷ്യനെ വാസ്തവത്തിൽ ഇതെല്ലാം പരിഹരിക്കാനായിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. അപ്പോൾ ഈശോയിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. ഈശോയെ കിട്ടുമ്പോൾ എല്ലാം കിട്ടും. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം ചുരുക്കത്തിൽ പറഞ്ഞാൽ വേറെ എന്നെല്ലാം കിട്ടിയിട്ട് കാര്യമില്ല. ഇല്ല, കാരണം ഈ മെയിൻ കാര്യമുണ്ടല്ലോ, ആത്മാവിൽ വരുന്ന നിത്യവനാണ് ഈശോ. ആ ഈശോയെ കിട്ടാത്ത വിടവ് മറ്റെന്തുകൊണ്ട് നിറച്ചാലും പിന്നെയും ശൂന്യത ബാക്കി നിൽക്കും. അതുകൊണ്ടാണല്ലോ കോടിക്കണക്കിന് ഇട്ടും മൂടാനുള്ളവരും പറയുന്നത് എന്തോ ഒരു ശൂന്യത ഉണ്ടെന്ന് അവർ ആത്മാർത്ഥമായിട്ട് പത്രക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അല്ലെ ആത്മീയർ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നതാണല്ലോ, ഒരു ശൂന്യത ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ശൂന്യത നികലണമെങ്കിൽ എൻ്റെ ആത്മാവിലേക്ക് ദൈവം വരണം, നിത്യവനാകുന്ന ഈശോ വരണം. ഈശോയെ സ്വന്തമാക്കിയവൻ നിത്യവൻ സ്വന്തമാക്കിയവനാണ്, അവൻ ദൈവത്തെ കിട്ടിയവനാണ്, അവൻ്റെ കാര്യങ്ങൾ ദൈവം നടത്തിക്കോളും. അപ്പോൾ ദൈവഭവനത്തിൽ വസിക്കുന്ന ഒരു അനുഭവം ഇതെനിക്ക് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ഇത് പറയണമെന്നുള്ള ഇനിയും നമുക്കിത് പറയാനുള്ള ഒരു വലിയ വാഞ്ചയാണ് നമ്മുടെ അകത്ത്. അത് കിട്ടുക. അതുകൊണ്ട് എവിടെ അവസരം കിട്ടിയാലും പോവുക, പറയാ. തീപിടിച്ച ഒരു മനസ്സുമായിട്ട് തീപിടിച്ച കാലുകളുമായിട്ട് നമ്മളിങ്ങനെ ഓടുക. അതെ അതെ, ഹൃദയത്തിൽ അഗ്നിയും കാലിച്ചിറകും എന്നൊക്കെ പൗലോസിനെ കുറിച്ച് പറയല്ലേ, അതേപോലെ തന്നെ. ഇനി എത്ര കാലം ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ഓടണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹമാണ് ഉള്ളിലുള്ളത്. കാരണം ഈ അവർക്ക് അറിയില്ല, ഇപ്പോൾ അവർക്ക് ഈശോയെ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിത്യവും നഷ്ടപ്പെട്ടിരിക്കുന്നുള്ള ഈ മനുഷ്യർക്ക് അറിയില്ല. യഥാർത്ഥ പ്രശ്നം അതാണെന്ന് അവർക്ക് അറിയില്ല. അത് അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അവരെങ്ങനെ മനസ്സിലാക്കും? ഇത് ബുദ്ധി കണ്ടുപിടുത്താൻ പറ്റുന്ന കാര്യമാണോ? അല്ലല്ലോ. അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പോൾ അത് എനിക്കത് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അപരാധമല്ല. അവിടെയാണ് വൃത്തം തുടങ്ങിയല്ലോ, പ്രസംഗിച്ചില്ല ദുരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ, എൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരുന്നതിൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതമാണ്. കാരണം അവൻ്റെ ആ വിഷമം എന്നെയും ബാധിക്കുമല്ലോ. ഇത് പറഞ്ഞു കൊടുത്താൽ നമുക്ക് നന്മയാണ്, കേൾക്കുന്നവനും നന്മയാണ്, ഇത് പറഞ്ഞു കൊടുക്കുന്നവനും നന്മയാണ്. പിന്നെ ദൈവഭവനത്തിൽ വസിക്കുന്നതിൻ്റെ ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അപ്പൻ്റെ മകനായിട്ട് ജീവിക്കാന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമാണ്. അപ്പോൾ അതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അനുഭവം എനിക്ക് കിട്ടുന്നത്, എല്ലാവർക്കും കിട്ടുന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അതിനുള്ള പരിശ്രമവും നടന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അവതച്ചൻ ബ്രദറിലൂടെ വാസ്തവത്തിൽ വളരെ വലിയ വലിയ കാര്യങ്ങൾ, കർത്താവിൻ്റെ സ്വരം നമ്മൾ കേട്ടാൽ ജീവിതത്തിൽ നമുക്ക് തെറ്റുപറ്റാതെ ഏത് കാര്യത്തിലും ശരിയായ തീരുമാനമെടുക്കാൻ കർത്താവിൽ നിന്നുള്ള ഒരു സ്വരം കേൾക്കുക. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് അതിനുള്ള ഒരു പരിശീലനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കർത്താവിൻ്റെ സ്വരം കേൾക്കുക, കാര്യങ്ങളെ തീരുമാനമെടുക്കുക. ആരോടെങ്കിലുമൊക്കെ പോയി ചോദിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പോകാതെ കർത്താവിനോട് പ്രാർത്ഥിച്ച് ആ സ്വരം കേട്ട് അതിനുള്ള തീരുമാനമെടുക്കുക. വളരെ സന്തോഷം തോന്നുന്നു ഈ ഷെക്കാന ടെലിവിഷന് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ ഈ വളരെ വിലപ്പെട്ട സമയം വിനിയോഗിച്ചതിൽ വളരെ സന്തോഷം. ടെലിവിഷന് വേണ്ടിയും അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകരുടെ പേരിലുമൊക്കെ ഈശോയുടെ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമുക്ക് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ബ്രദർ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറയണമേ. മനുഷ്യൻ്റെ യഥാർത്ഥ നഷ്ടം ദൈവനഷ്ടമാണല്ലോ. പരിശുദ്ധാത്മാവ് അത് ബോധ്യപ്പെടുത്തി കൊടുത്താലേ ആൾക്കത് വ്യക്തമാകുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ഓരോ വ്യക്തികൾക്കും ഈശോയെ കിട്ടുവാനും നിത്യവൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഉയരുവാനും സമസ്തവും വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാനും ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തീ പിടിച്ച മറ്റൊരു ദൈവവേലക്കാരനുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം, പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.